ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രമാണ് ഭാഭാബ. ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല. 40 കോടി ബജറ്റിലൊരുക്കിയ ചിത്രത്തിൽ മോഹൻലാലും പ്രധാന വേഷത്തിലെത്തി ആരാധകരെ ഞെട്ടിച്ചു. സിനിമയ്ക്ക് രണ്ടാം ഭാഗം വരുന്നുവെന്ന് സംവിധായകൻ പ്രതികരിച്ചിരിക്കുന്നു. ഇത്തവണ മുഴുനീള മോഹൻലാൽ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. ദിലീപ് ചിത്രത്തിന് എന്ത് സംഭവിച്ചു? ബോക്സ് ഓഫീസിൽ തണുപ്പൻ പ്രതികരണമോ അതോ കോടികൾ നേടിയോ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൺഫ്യൂഷൻ നിറയുകയാണ്. പക്ഷെ കണക്കുകൾ നോക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടില്ല. 40 കോടി ബജറ്റിലൊരുക്കിയ ചിത്രത്തിൽ മോഹൻലാലും പ്രധാന വേഷത്തിലെത്തി ആരാധകരെ ഞെട്ടിച്ചു. പക്ഷേ ഫലം കണ്ടില്ലെന്നാണ് കണക്കുകൂട്ടൽ. ബോക്സ് ഓഫീസിൽ നിലം പതിച്ച് ബബ്ബബ്ബ എന്നാണ് പറയുന്നത്. ക്രിസ്മസ് അവധിക്കാലം ലക്ഷ്യമിട്ട് തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രത്തിന് ക്രിസ്മസ് ദിനത്തിൽ പോലും ഡിമാൻഡില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ചിത്രത്തിന് കാര്യമായ കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചില്ലെന്നാണ് പറയുന്നത്. ഡിസംബർ 22 മുതലുള്ള സ്കൂൾ അവധി ദിനങ്ങളിൽ പോലും 1.5 കോടി കളക്ഷൻ നേടാൻ ചിത്രത്തിന് കഴിഞ്ഞില്ല. റിലീസിന് ശേഷമുള്ള ആദ്യ തിങ്കളാഴ്ച മുതൽ ചിത്രത്തിന്റെ കളക്ഷൻ 1 കോടിക്കും 1.5 കോടിക്കും ഇടയിലാണ്. ചിത്രത്തിന്റെ ഇന്ത്യ നെറ്റ് കളക്ഷൻ എന്ന് പറയുന്നത് 20 കോടിയിലേക്ക് അടുക്കുകയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ 35 കോടിയും കടന്നു. റിലീസ് ദിനത്തിൽ ഇന്ത്യ ബോക്സ് ഓഫീസിൽ നിന്ന് 7 കോടി കളക്ട് ചെയ്ത ചിത്രം രണ്ടാം ദിനത്തിലും മികച്ച കളക്ഷൻ സ്വന്തമാക്കി. പിന്നീട് അവധി ദിനങ്ങളായിട്ടും റിലീസിന് ശേഷമുള്ള ആദ്യ ശനി ഞായർ ദിവസങ്ങളിൽ പോലും ബോക്സ് ഓഫീസിൽ അത്ര വലിയ നേട്ടം കൊയ്യാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞില്ല. ശനിയാഴ്ച കേരളത്തിൽ നിന്ന് 2 കോടിയും ഞായറാഴ്ച 2 കോടിയും ലഭിച്ചു. നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് ആദ്യ ദിനം മുതൽ തന്നെ മോശം പ്രതികരണങ്ങളായിരുന്നു പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത്. ഇതാണ് ബോക്സ് ഓഫീസിലും അടിതെറ്റാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ 40 കോടി ബജറ്റിലൊരുക്കിയ ചിത്രം ഇതുവരെ മുടക്കുമുതൽ പോലും തിരിച്ചു പിടിച്ചില്ലെന്നാണ് പറയുന്നത്. ഇതിനിടയിൽ കണക്കുകൾ പ്രകാരം 19 കോടിയാണ് ചിത്രം തിയേറ്ററുകളിൽ നിന്ന് കേരളത്തിൽ നിന്നും സ്വന്തമാക്കിയത്. എന്നാൽ ചിത്രത്തിന്റെ സംവിധായകരോ അണിയറ പ്രവർത്തകരോ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു റിപ്പോർട്ട് തന്നിട്ടില്ല. ഇപ്പോഴിതാ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരുമെന്ന് പറയുകയാണ് സംവിധായകൻ ധനഞ്ജയും തിരക്കഥാകൃത്തും. ഒരു അഭിമുഖത്തിലാണ് ഈ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ഇരുവരും വെളിപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത പാർട്ടിൽ എന്താണ് വരാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചും നിർമ്മാതാക്കൾക്ക് അറിയാം. പാർട്ട് 2 ഉൾപ്പെടെയുള്ള ബബ്ബബ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിനുള്ളിൽ തന്നെ കഥ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. കുറെ അധികം സൂചനകളും പ്രേക്ഷകർക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പാർട്ട് 2 കാണാനാകുമെന്നാണ് പറയുന്നത്. ഈ സിനിമ പൂർണ്ണമായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം പാർട്ട് 2 കംപ്ലീറ്റ് ആകുമെന്നും ഇവർ സൂചന നൽകുന്നു. പറയാതെ പോയ പല കാര്യങ്ങളുടെയും ക്ലാരിറ്റി പാർട്ട് 2 ഉണ്ടാകും. അത് 2 ഭാഗമായി തന്നെയാണ് സിനിമ ഒരുക്കുന്നതെന്ന കാര്യം ദിലീപിനോടും പറഞ്ഞിരുന്നു. ഈ സിനിമയിൽ ദിലീപിന് പേരില്ലാതെയാണ് നമ്മൾ നിർമ്മിച്ചിരുന്നത്. അവസാന ഭാഗത്താണ് പേര് കാണിച്ചിരുന്നത്. അത് അടുത്തൊരു യാത്രയ്ക്കുള്ള പോക്കുകൂടിയാണെന്നും പറയുന്നു. രണ്ടാം ഭാഗത്തിൽ മുഴുനീളെ മോഹൻലാൽ തന്നെയായിരിക്കും പ്രധാന കഥാപാത്രമെന്ന സൂചനയും സംവിധായകൻ പറഞ്ഞു പോകുന്നുണ്ട്. എന്തായാലും അതൊരു ബ്രദർ സ്റ്റോറി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും ബബ്ബബയുടെ രണ്ടാം ഭാഗമെന്ന് ഉറപ്പിക്കാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.